അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ലുലു മാളിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ തന്നെ വലിയ ലുലു മാളിൽ ഒന്നാണ് കോഴിക്കോട് ലുലു മാൾ എന്ന് പറയുന്നത്. ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മാങ്കാവ് തന്നെയാണ്. നമ്മളെ ആസ്റ്റർ മിംസിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ലുലു മാൾ വരുന്നത്. നമുക്ക് ലുലു മാൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ ലുലു മാളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ജനസാഗരം തന്നെയായിരുന്നു കേട്ടോ. ധാരാളം ഓഫറും കാര്യങ്ങളൊക്കെ ലുലു മാളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറിയത് നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ പറ്റും കേട്ടോ. ഇന്ന് സൺഡേ ആണ്, അതുപോലെ തന്നെ തിരുവോണ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെയും പല ജില്ലകളിലും ഒരുപാട് ജനങ്ങൾ കോഴിക്കോട് ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ജനങ്ങളുടെ ഒരു കാത്തിരിപ്പായിരുന്നു ലുലു മാൾ എന്ന് പറയുന്നത്. കോഴിക്കോട് കുറേ കാലമായിട്ട് പണിയിൽ തന്നെയായിരുന്നു. കാരണം അത്രയ്ക്ക് വലുതാണ് ലുലു. അപ്പോൾ ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ശരിക്കും ലുലു മാള് കുറച്ച് ടൗണിൽ നിന്നൊരു 4 കിലോമീറ്റർ വിട്ടിട്ട് തന്നെയാണ് മാങ്കാവ് എന്ന് പറയുന്നത്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ്. 2 എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളാണെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അപ്പോൾ ലുലു മാള് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ കാണാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ട് തന്നെയാണ്. ലുലു മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലുലുവിൽ പോകുമ്പോൾ നമ്മൾ മൈൻഡും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബാണ്. അവിടുത്തെ ഇൻറ്റീരിയർ ആണെങ്കിലും അകത്ത് കയറുമ്പോഴുള്ള ഒരു കാംനെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. തിരക്കാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് കയറുമ്പോൾ കിട്ടുന്നൊരു ഫ്രഷ്നെസ്സും ഫീലിങ്ങൊക്കെ നല്ലൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ലുലു മാളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറാം. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടാഗ് ചെയ്യണം. നമ്മൾ ബാഗ് ടാഗ് ചെയ്തിട്ടാണ് അകത്തോട്ട് വിടുകയുള്ളൂ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് തിരക്കുണ്ട്. കാരണം ഒന്നാമത് വെക്കേഷനാണ്. അപ്പോൾ ഫാമിലിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അകത്തെത്തിട്ടോ. തിരുവോണമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ലുലു എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു മായിക ലോകം തന്നെയാണ്. നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ലുലുവിൻ്റെ അകത്ത് ലഭ്യമാണ്. എല്ലാത്തിനും ഓഫറുണ്ട് കേട്ടോ. 50% ഓഫറുണ്ട്. ഒറിഗമി ആണെങ്കിലും സർഫ് എക്സലിനും എല്ലാത്തിനും 50% തൊട്ടിട്ട് 70% വരെയൊക്കെ ഓഫറിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നോക്കി വേണം എടുക്കാനായിട്ട്. കാരണം എല്ലാത്തിനും ഇപ്പോൾ 70% ഓഫർ കൊടുത്താൽ അവർക്ക് മുതലാവില്ല. പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ലുലുവിലുള്ളത്. ഇപ്പോൾ നോൾട്ടയുടെ പാത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും കുട്ടികൾക്ക് വേണ്ട ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളാണെല്ലാം നമുക്ക് ലുലുവിൽ ലഭ്യമാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി നോക്കിയപ്പോൾ ടാങ്കിൻ്റെ ഒരു പരസ്യം കണ്ട് നോക്കിയപ്പോഴാണ് നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് നമ്മൾ 30 സെക്കൻഡിൽ തുഴയണം. ഭയങ്കര ഫാസ്റ്റായിട്ട് തുഴഞ്ഞിട്ട് ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിച്ചു, എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിച്ചു. ഇപ്പോൾ ഞാനാണെങ്കിൽ ജിമ്മിന് പോയിട്ട് കുറച്ചായി. അപ്പോൾ 80% എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമ്മൾ കൈയൊക്കെ ഭയങ്കര വേദനയാണെങ്കിൽ പോലും നല്ല രസമുള്ളൊരു കളി തന്നെയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ബാഗിൻ്റെ ഓഫറൊക്കെ നോക്കി. 50% ഓഫർ ബാഗിനുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ്. ബാഗിൻ്റെ തൊട്ട് തന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നെയ്യാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ മീറ്റ് സ്റ്റോറിൽ പോയി നോക്കാൻ വിചാരിച്ചു. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ലഭ്യമാണ്. നമ്മളൊരിക്കലും അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാന്ന് മടങ്ങി വരില്ല. അങ്ങനെ മട്ടൻ്റെ സ്ട്രിപ്സ്, അതുപോലെ ബീഫിൻ്റെ കുറേ സാധനങ്ങൾ, ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും അത്യാവശ്യം ഒരു പൈസ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരുപാട് സാധനങ്ങൾ
പർച്ചേസ് ചെയ്യാം. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടത് ഓസ്ട്രേലിയൻ ലാമ്പാണ്, നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമല്ല അത് കാണാൻ തന്നെ. അപ്പോൾ ചിക്കൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് മീനും ഉണ്ട് കേട്ടോ, ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് മീനൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ പിടയ്ക്കുന്ന മീനൊന്നുമല്ല, എങ്കിൽ പോലും ഐസിലിട്ട് വെച്ച മീൻ തന്നെയാണ്. ഒരുപാട് തരം മീനുണ്ട്, ചെമ്മീൻ, സ്രാവ്, അങ്ങനെ ഒരുപാട് മീനുകൾ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. 199 രൂപൻ്റെ ജസ്റ്റ് 169 ഉള്ളൂ. അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ അധികം ആൾക്കാരും ഇന്ന് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ പോയത് ഏകദേശം ഒരു 11 മണി സമയത്താണ്. അപ്പോൾ ഒരുപാട് പേര് അപ്പോൾ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ പഴമാണെങ്കിലൊക്കെ എല്ലാവിധ പഴങ്ങളും അവിടെ ലഭ്യമാണ്. അവിടെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ നിന്നുള്ള പഴങ്ങളാണ്, ഏത് രാജ്യത്തു നിന്നുള്ള പഴങ്ങളാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അത് എടുക്കാം, എത്ര തൂക്കം വേണം നമുക്ക് എടുക്കാം, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പർച്ചേസും ചെയ്യുന്നുണ്ട്, കുറേ പേര് ചുമ്മാ കാണാനും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോൻ്റെ പല ഹൈബ്രിഡ് ഉണ്ട്. 29 രൂപയാണ് തക്കാളിക്ക് വരുന്നത്, ഇന്ത്യൻ തന്നെയാണ്. നമ്മളെ തക്കാളിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ പോയാൽ കാണാൻ പറ്റും. പയറാണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിരുവോണ നാളാണ്, ഓണത്തിൻ്റെ കുറേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി മാവേലിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നേരെ പോയപ്പോൾ ഒരുപാട് വെറൈറ്റി പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡേറ്റ്സും ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഈന്തപ്പഴങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും ലുലു മാൾ എന്ന് പറയുമ്പോൾ നമ്മളെ മിഡിൽ ഈസ്റ്റിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഇറക്കുമതി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ പ്രൊഡക്ട്സ് തന്നെയാണ്. ഒരുപാട് ഇന്ത്യൻ പ്രൊഡക്ട്സ് ഉണ്ട്. സ്വീറ്റ് കോൺ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടും വിയറ്റ്നാമിൽ നിന്നാണ് ഇറക്കിയിരിക്കുന്നത്. 199 രൂപയാണ് വില വരുന്നത്. ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമുക്ക് ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ്, ഭയങ്കര ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴമാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്? സൗദി അറേബ്യയിൽ നിന്നുണ്ട്, UAE നിന്നുണ്ട്, ഇറാനിൽ നിന്നുണ്ട്, അങ്ങനെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴങ്ങൾ തന്നെയാണിത്. ഭയങ്കര ടേസ്റ്റുള്ള തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ നോമ്പ് സമയത്തൊക്കെയാണ് ഈന്തപ്പഴം അങ്ങനെ വിറ്റ് പോവുക. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും കഴിക്കുന്ന തന്നെയാണ് ഈന്തപ്പഴം എന്ന് പറയുമ്പോൾ. ഭയങ്കര നമ്മൾ ഷെയ്ക്ക് അടിക്കുമ്പോഴൊക്കെ നമ്മൾ ഡേറ്റ്സിൽ ഇടാറുണ്ട്. ഇപ്പോൾ ഭയങ്കര തിരക്കാട്ടോ ലുലു മാളിൽ. പല വിധത്തിലുള്ള ഓറഞ്ചും കൊട്ടുന്നാണെന്ന് തന്നെ എന്ത് രസമാണ്. 129 രൂപയാണ് നമ്മൾ 1 കിലോ ഓറഞ്ചിന് വരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഓറഞ്ചാണ്, ഇന്ത്യയിൽ നിന്നുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മുസംബി ഉണ്ട്. നമുക്കറിയില്ലല്ലോ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ ചുമ്മാ ഓറഞ്ച് വാങ്ങുന്നു, ആപ്പിൾ വാങ്ങുന്നു, അവക്കാഡോ വാങ്ങുന്നു. അപ്പോൾ ടാൻസാനിയയിൽ നിന്ന് വന്ന അവക്കാഡോ ആണ്. നമ്മൾ അവക്കാഡോ ഷേക്കും കാര്യങ്ങളൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അധികമായിരിക്കും അറിയില്ല എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അത് ന്യൂസിലൻഡിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ന്യൂസിലൻഡ്, കൊറിയൻ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ US എന്നുള്ള ഗ്രീൻ ആപ്പിളാണ് അവിടെ ഉള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് നമുക്ക് ആപ്പിൾ വരുന്നത്. ന്യൂസിലൻഡിൽ നിന്നാണെങ്കിലും ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളാണ് ന്യൂസിലൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആപ്പിൾ കഴിക്കാൻ തന്നെ വളരെ രസമാണ്. അപ്പോൾ അധികം സൗത്ത് ആഫ്രിക്കൻ മെയ്ഡാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് ഇറക്കുമതി ഉണ്ട്, കൊറിയയിൽ നിന്നുണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്നുണ്ട് കേട്ടോ. ഷിംല ആപ്പിളും ഉണ്ട്, വിയറ്റ്നാമിൽ നിന്നുണ്ട്, തായ്ലാൻഡിൽ നിന്നൊക്കെ ഭയങ്കര രുചിയുള്ള ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കിയിരിക്കുന്നത് കാണാൻ തന്നെ വളരെ രസമാണ്. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാൻ തോന്നും. കാരണം ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഭയങ്കര വിലയാണ്. 199 രൂപയാണ് 1 കിലോ വരുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റി അത് എന്നും നിലനിർത്തും. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. നമ്മൾ കയറി ചെല്ലുന്ന തന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ്. ശരിക്കും ലുലു മാൾ എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റിലാണ്. അവരുടെ പ്രൊഡക്ട്സ് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ്, അത്യാവശ്യം റേറ്റും ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അവരത് ഓഫറിന് കൊടുത്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ആൾക്കാരുണ്ട്. കോഴിക്കോടത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ. ഒന്നാമത് നമുക്കിന്നറിയാം തിരുവോണമാണ്.
വെക്കേഷനാണ്, സൺഡേ ആണ്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, ഓണം വെക്കേഷൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് 6 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങി നടന്നു. അലൻസോളി ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡുകളും, നമുക്ക് ഏകദേശം എല്ലാ ബ്രാൻഡുകളും കോഴിക്കോട് ലുലു മാളിൽ ലഭ്യമാണ്. അലൻസോളിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ലൂയിസ് ഫിലിപ്പിൻ്റെ ഉണ്ട് കേട്ടോ. അധികം പേരും കാണാൻ തന്നെ വന്നിട്ടില്ല മാള്, പക്ഷേ എങ്കിൽ പോലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഹൈലൈറ്റ് മാളിൻ്റെ കുറച്ച് തിരക്ക് ഇങ്ങോട്ടേക്ക് വരുന്നു. കാരണം സാധാരണ ഞായറാഴ്ചകളിൽ കോഴിക്കോട്ടുകാർ അധികം പോകുന്നത് ഹൈലൈറ്റ് മാളിലാണ്. കാരണം ലുലു ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് മാളും ബീച്ച്, RP മാള്, അതൊക്കെ തന്നെയാണ് കോഴിക്കോട്ടുകാരുടെ മെയിൻ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ലുലു കോഴിക്കോട് അങ്ങനെ ഒഫീഷ്യലി ലോഞ്ചായി. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ലുലു മാൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ എസ്കലേറ്റർ കയറി അലൻസോളി നമുക്ക് അവിടെ നിന്നാണ്. അങ്ങനെ ലുലു ഫാഷൻ സ്റ്റോറാണ്. ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ അകത്ത് നമുക്കറിയാം ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയില്ല. ഭയങ്കര കൺജസ്റ്റഡാണ്, റഷാണ്. അതുകൊണ്ട് അകത്ത് കയറിയില്ല. നമുക്ക് വീട്ടിലേക്ക് വേണ്ട TV ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും അങ്ങനെ സകലമാന സാധനങ്ങളും നമ്മുടെ ഫാഷൻ സ്റ്റോറിൻ്റെ അകത്ത് ലഭ്യമാണ്. അവിടെ പോകുമ്പോൾ നമ്മളിങ്ങനെ ടാഗ് ചെയ്തിട്ട് തന്നെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വിച്ചൊക്കെ ഉണ്ട്. ഇന്ത്യൻ ബ്രാൻഡാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് തന്നെയാണ് അവരുടെ ഇത്. അങ്ങനെ അവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് വരുന്നത് കേട്ടോ. ജോക്കിയുടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫൺ ടൂറ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫൺ ടൂറും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവരുടെ പാരൻസിനെ ഇങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നുണ്ട് ഫൺ ടൂറൊക്കെ വേണ്ടിയിട്ട്. തീർച്ചയായും കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് തന്നെയാണ് ഫൺ ടൂറാന്ന് പറയുന്നത്. ആ ഫുഡ് കോർട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫുഡ് കോർട്ട് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഭയങ്കര റഷ് ഉണ്ട്. ഫൺ ടൂറിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് എത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഫൺ ടൂറിൽ കളിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം പലർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ലുലു എന്ന് പറയുന്നത്. നമ്മൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ കണ്ടിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. നമ്മൾ ടോയ് ക്യൂബ് ഉണ്ട് കേട്ടോ. ഒരുപാട് ടോയ്സ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ അതിലേക്ക് ആകർഷിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ പേരൻസ് അത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ ഫൺ ടൂറാന്ന് പറയുന്നത് ലുലു മാളിൻ്റെ എല്ലാ ലുലു മാളിലും ഒരു പ്രത്യേക ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഫൺ ടൂറ. ഞങ്ങൾ ഫൺ ടൂറുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്ക് ലുലുവിൻ്റെ കാർഡ് വെച്ചിട്ട് നമുക്ക് ഫൺ ടൂറിൽ കളിക്കാൻ പറ്റും. അപ്പോൾ കാർഡുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കാരണം കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും നമുക്ക് കളിക്കാൻ പറ്റും. ഭയങ്കര എൻ്റർടൈൻമെൻ്റാണ് ഫൺ ടൂറാന്ന് പറയുന്നത്. അപ്പോൾ ഫൺ ടൂറിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി നടന്നു. അപ്പോൾ ഭയങ്കര രസമാട്ടോ, നല്ല വൈബാണ്. അപ്പോൾ എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ്. അപ്പോൾ ഫൺ ടൂറാന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൺ ടൂറാണ്. പിന്നെ അകത്ത് കയറാൻ നിന്നില്ല, റഷ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡാണ്, തിരക്കാണ്. നമുക്ക് സ്പിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിൽ കളിക്കണമെങ്കിൽ മിനിമം 50 രൂപയാണ്. അപ്പോൾ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാർഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ഏതിൽ വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഫുഡ് കോർട്ടിൽ ഒരുപാട് പേരുണ്ട്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൊച്ചി ലുലു മാളുടെ ഫുഡ് കോർട്ടിൻ്റെ ഒരു ഫീലാണ് അവിടെ വരുന്നത്. കാരണം അത്രയും ജനങ്ങൾ, ഒരുപാട് പേര്, സീറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല. കാരണം കഴിക്കാൻ സ്പേസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ശരിക്കും ബെറ്റർ ഓപ്ഷൻ പറയുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് മുകളിൽ ഫുഡ് കോർട്ട് പോയി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്.
നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും. ഇപ്പോൾ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ തന്നെ വളരെ രസമാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഓണായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ഇറങ്ങാനുള്ളൊരു ടൈമായി. കാരണം ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ ഭയങ്കര റഷുമാണ്. അപ്പോൾ തീർച്ചയായും ലുലു മാള് കാണേണ്ട ഒരു വർണ്ണവിസ്മയം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാം കേട്ടോ. പിസ്സ ഹട്ടൊക്കെ ഉണ്ട്. പിസ്സ ഹട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ വെറൈറ്റി പിസ്സാസൊക്കെ നമുക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റും. ഒരുപാട് പേര് ക്യൂന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. KFC ഉണ്ട്. സ്വാഭാവികമായിട്ടും KFC ആണ് നമ്മളെ ലീഡിങ് ഫുഡിലുള്ള ബ്രാൻഡ്. അപ്പോൾ KFCയും കാര്യങ്ങളൊക്കെ ലുലു മാളിലുണ്ട്, ഫുഡ് കോർട്ടിലുണ്ട്. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. 2 എൻട്രൻസാണ് മെയിനായിട്ട് ലുലു മാളിലുള്ളത്. അത് കൂടെ തന്നെ നമുക്ക് ഇറങ്ങാനും സാധിക്കും. അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് അവർ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പാർക്കിംഗ് തന്നെയാണ് നമ്മൾ കോഴിക്കോട് ലുലു മാളിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിനോട് ബായ് പറയുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കോഴിക്കോട് പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് കോഴിക്കോട് ലുലു മാൾ എന്ന് പറയുന്നത്.